എന്താണ് ഈ കാട്ടിപ്പോയി നിന്ന് ചായ കുടിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ഞങ്ങളുടെ കരിവേപ്പാണ്. ഞാൻ ചായ കുടിച്ചുകൊണ്ട് കറിവേപ്പില എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്. അവിടെ നിന്ന് ചായ കുടിച്ചു. അതിനിടയ്ക്ക് വൈകിട്ട് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും കൂടെ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ആലോചനയ്ക്ക് ശേഷം ബാക്കി ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. കുഴയ്ക്കാൻ തുടങ്ങിയതും മഴ പെയ്തു. അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്ക് ചാർലിക്കുട്ടൻ്റെ കൂടെ അടച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്ന് ഞാൻ ഓടിപ്പോവുകയാണ്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ അടച്ചായിരുന്നു. അങ്ങനെ തിരിച്ച് വന്ന് കുഴയ്ക്കാൻ തുടങ്ങിയതും ചപ്പാത്തി നമ്മുടെ കറണ്ട് പോയി. മഴയും കറണ്ടും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. പിന്നെ കോളിഫ്ലവറൊക്കെ എടുത്തൊന്ന് അരിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്ലാൻ മാറ്റി കേട്ടോ. നമുക്ക് ഗോബി മഞ്ചൂരിയൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കോളിഫ്ലവർ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. ഇനി 2 സ്പൂൺ കോളിഫ്ലവർ, 2 സ്പൂൺ മൈദ, 1 സ്പൂൺ നമ്മുടെ മുളക് പൊടി, ഏകദേശം ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ലൂസായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഒത്തിരി നമുക്ക് ആ കോളിഫ്ലവറിലോട്ട് പിടിച്ച് ഫ്രൈ ചെയ്യണം. പക്ഷെ ഒത്തിരി അങ്ങ് മാവ് പിടിക്കുന്ന രീതിയിലാക്കണ്ട. ഇങ്ങനെ ആദ്യമേ ഒരു എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ആ പാനിൽ തന്നെ ഇട്ടിട്ട് അതിലേക്ക് ഒരു സവോള ഇങ്ങനെ ക്യൂബായിട്ട് അരിയുക, 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂൺ വലിയ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും 1 സ്പൂൺ നമ്മുടെ പേര് മറന്നുപോയി സോയ് സോസും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിൻ്റെയും കുറച്ച് കുരുമുളക് പൊടിയുടെയും കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ ഇളക്കി ഒന്ന് കുറുകി വരും. ആ കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടും നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ഗ്രേവിയൊക്കെ കോളിഫ്ലവറിലേക്ക് പിടിച്ചെടുക്കും. ഇങ്ങനെ കുറുകി കണ്ടില്ല, ആ ഒരു കളറൊക്കെ മാറി വന്നു. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ എൻ്റെ ചപ്പാത്തിയുടെ പ്രത്യേകത, പിള്ളേർക്ക് പുസ്തകം പോലും ഇല്ലാതെ എല്ലാ രാജ്യങ്ങളും എൻ്റെ ചപ്പാത്തിയെ നോക്കി പഠിക്കാൻ പറ്റും. എനിക്ക് ചപ്പാത്തി റൗണ്ടിൽ പരത്തിയെടുക്കാൻ അറിയില്ല. നമ്മുടെ ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുത്ത് ഞാൻ നമ്മുടെ ഗോബി മഞ്ചൂരിയനും കൂട്ടി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് പറയാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാൻ മിണ്ടാതിരുന്ന് കഴിക്കുവാണ്.